ടു സൈലം. ഇറ്റ്സ് മീ VJR. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ USS എക്സാമിന് പൊതുവെ ആംഗിൾസുകൾ, അതായത് കോണളവുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യാം, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ദേ കണ്ട ക്വസ്റ്റ്യൻ എന്താ? ഇതാ, AB പാരലൽ ടു CD. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തരം. ഈ വര AB എന്ന് പറഞ്ഞ വരയും CD എന്ന് പറഞ്ഞ വരയും ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതാണ് സമാന്തരം, പാരലൽ എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ X എന്ന് പറഞ്ഞ ഈ കോണളവ് എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്? ആ ആംഗിളിന്റെ മെഷർമെന്റ്, കോണളവ് എത്രയാണെന്നാ ചോദിച്ചത്. ആ താഴെയുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യുക. മക്കളെ, സിമ്പിൾ ആണ് ആൻസർ ചെയ്യാൻ. ആദ്യം ഇതെങ്ങനെയാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ഈ കൂർപ്പുണ്ടല്ലോ നിങ്ങൾ, ഈ കൂർപ്പ്, ആ കൂർപ്പിന്റെ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി എടുത്ത് കയറ്റിക്കോ. കമ്പി എന്ന് പറഞ്ഞ ഒരു വരായിട്ട് വരച്ചോ. ഞാൻ വരയ്ക്കുന്ന കേട്ടോ. എന്താ നോക്കിക്കോ, ഈ വര ഇങ്ങനെ നേരെ അങ്ങോട്ട് വരച്ചോളൂ. ഇതിന്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങോട്ട് വരച്ചോളൂ കേട്ടോ. ആ കൂർപ്പ് ആ ഒരു പോയിന്റിന്റെ ഉള്ളിൽ കൂടെ വരയ്ക്കാം. ശേഷം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ Z പോലുള്ള ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, Z പോലുള്ള ഒരു അക്ഷരം. അപ്പൊ ഏതാണ് ആ Z എന്നല്ല ചോദിച്ചത്, ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, നോക്കിക്കോ. നോക്കിട്ടോ, അതായത് ഈ സാധനത്തിന്റെ, അതായത് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വര വരച്ചു അല്ലേ? അതാണ് ഈ വര. ശേഷം നമ്മള് Z നോക്കിക്ക, കണ്ടോ? ഇവിടെ Z പോലെ വര കണ്ടോ നിങ്ങൾ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അഥവാ ഒരു Z പോലുള്ള ഒരു ഇംഗ്ലീഷിലെ ലെറ്റർ ആണെങ്കിൽ, ലക്ഷരം എന്നൊക്കെ പറയണേ ലെറ്ററിനെ, ഓക്കെ, ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താ വരിക? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ഇത് 30 ആണെങ്കിൽ ഇത് മുഴുവൻ വരുന്നതാ. നോയിക്കോ, ഇതിന്റെ ഉള്ളിൽ കിടക്കണ ഇവിടെ എത്ര വരൂ? 30 വരൂ. അപ്പൊ അതിന്റെ ഒരു കണ്ടം കിട്ടി. ആ എക്സിന്റെ കോണളവിന്റെ ഒരു കണ്ട കിട്ടിയത്, മറ്റേ കണ്ട കാണണം. സിമ്പിളാ. താഴോട്ട് നോക്കിക്കോ, ഇവിടെ നിങ്ങൾ കാണണോ 140 ഒരു വരയുടെ മൊത്തം കോണളവ് എത്രയാ? ആംഗിള് 180 ആയിരിക്കും അല്ലേ? ഇവിടെ 140 ആണെങ്കിൽ ബാക്കി എത്ര വരും? ഇവിടെ 40. കാര്യം ഇത് മുഴുവൻ കൂട്ടിയ 180 കിട്ടണ്ടേ? അപ്പൊ ഒരു കണ്ടം 140 ആണെങ്കിൽ ബാക്കി ഇത് മുഴുവൻ കിട്ടാൻ 180 അല്ലേ? മുഴുവൻ എത്ര വേണേ? 180 വേണം. ബാക്കി 40. Z ഇവിടെയുണ്ട്. എവിടെയാന്നല്ലേ? കാണിത്തരാം. ഞാൻ നോക്കിക്കോ, ഇങ്ങനെയാ Z. ഇവിടുത്തെ Z ഇങ്ങനെയാ അല്ലെ? ഇങ്ങനെ. അപ്പൊ ഏതൊക്കെ ആംഗിൾസാ ഈക്വൽ ആയിട്ട് വരിക? ഈ ആംഗിളും ഈ ആംഗിളും. അഥവാ ഇത് 40, ഇത് 40 ആണെങ്കിൽ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ, ഇതും 40 വരൂ. 40 വന്നേ പറ്റൂ. ഇതും 40. സെറ്റല്ലേ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താ? ഇവിടെ സെറ്റ് ആണ് മക്കളെ. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ആംഗിളിലെ ഇവ 30 ആണെങ്കിൽ ഇത് 30. ഈ ആംഗിളിലെ ഏതാ കണ്ടോ, ഇത് EZ-ല് ഇവ 40. എങ്ങനെ കിട്ടി മനസ്സിലാകാൻ? 140, 180 ആവാൻ വേണ്ടി 40 അല്ലേ? അപ്പൊ ഇത് 40. അപ്പൊ ഇത് മുഴുവൻ എത്രയാന്ന് ചോദിച്ച്, അതാ നമ്മുടെ ഉത്തരം. അപ്പൊ X എന്ന് പറഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി പ്ലസ് 40 കൂടെ കൂട്ടിയാ മതി. 30ഉം 40ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം 70 ഡിഗ്രി. ഏതാണ് ആ ഓപ്ഷൻ? ഓപ്ഷൻ C. സെറ്റ്. സിമ്പിൾ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ റെഡി ആണല്ലോ. കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കോ. Z പോലെ വരികയാണെങ്കിൽ ആംഗിൾസ് പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ ആംഗിൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു സാധനം സെറ്റ് ആക്കിക്കോളാ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? പാരലോഗ്രാം അഥവാ സാമാന്തരികം എന്ന് പറഞ്ഞ പോർഷൻ ആണ്. PQRS ഈസ് എ പാരലോഗ്രാം. മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് സാമാന്തരികം. എന്താ സാമാന്തരികം? ഈ സൈഡും പാരലലും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ സൈഡും പാരലലും ഈക്വൽ. അതാ സമാന്തരവും ആയിരിക്കും, തുല്യമായിരിക്കും അല്ലെ? ഒരിക്കലും കൂട്ടിമുട്ടൂലാന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ A എന്ന് പറഞ്ഞതിന്റെ കോണളവ്, ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ സിമ്പിളാ. ഞാൻ പറഞ്ഞുതരാം. ഇത് 40 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവൻ എത്ര വരിക? 140 ആയിരിക്കും. കാരണം എന്താന്നല്ലേ ചോദിച്ച്? സിമ്പിളാ, മനസ്സിലാക്കിക്കോ. ഈ കോണളവും കൂടെ കൂട്ടിയ 180 കിട്ടേണ്ടത്. അതാണ് നമ്മുടെ പാരലോഗ്രാമിന്റെ സാമാന്തരത്തിന്റെ ക്യാരക്ടർ. അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ ബാക്കി ഇതും കൂട്ടിയ 180 ഞാൻ പറഞ്ഞു. ഇത് 40 ആണെങ്കിൽ ബാക്കി എത്ര വരിക അല്ലെ? ആ 180 ഈ 40 ആയിട്ട് കുറച്ചാൽ മതിയോ? 140. നമ്മുടെ ഉത്തരം സെറ്റ് 140. ഇതിന്റെ കൂടെ തന്നെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ B. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്തോളാം, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കിയാലോ. നമ്മുടെ സാമാന്തരികത്തിന്റെ, നമ്മുടെ പാരലോഗ്രാമിന്റെ സിമ്പിളാ മക്കളെ. ഈ ആംഗിള് 40 ആണ്. ഈ ആംഗിൾ എത്രേ വരൂ?
140. ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും, അതായത് എതിർ കോണുകൾ സെയിം ആയിരിക്കും. ഇതും 140 വരും. ആ ഒരു ക്യാരക്ടർ പഠിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ കോണളവും കൂടെ, ഈ ആംഗിൾസ് രണ്ടും കൂടെ കൂട്ടിയാൽ, എസും പിയും കൂടെ കൂട്ടിയാൽ 180 വരൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യവും പൊളിയാക്കാം. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഇതാക്കേണ്ട ക്വസ്റ്റ്യൻ സിമ്പിളാ. അതായത് ഇവിടെ XY MN എന്നിവ സമാന്തരമാണ്. സമാന്തരം എന്ന് പറഞ്ഞാൽ പാരലൽ, ഒരിക്കലും കൂട്ടിമുട്ടൂല. XY ഏതാണോ ഇതാടാ XY, MN ഏതാണോ ഇതാടാ MN. ഇത് രണ്ടും പാരലൽ ആണ് അഥവാ സമാന്തരമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റുകൾ, സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസിന്റെ കോൺസെപ്റ്റുകൾ പഠിച്ച് സെറ്റ് ആയിട്ടുള്ള കുട്ടികളെങ്കിൽ ഇതിന്റെ ഉത്തരം വേഗം കിട്ടും. ഞാൻ വേണമെങ്കിൽ ഒരു ഹിന്റ് തരാം, ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ കമന്റ് ബോക്സിൽ ഇട്ട് പൊളിയാക്കിക്കോളാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹിന്റ് തരാം. നോക്കിക്കോ, ഇവിടെ ഒരു Z ഉണ്ട്. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇത് എത്രയാ വരിക എന്നറിയാം. പോട്ടെ, ഇനി ഇത് 135 ആണെങ്കിൽ ഇത് എത്രയാ വരിക എന്ന് നിങ്ങൾക്കറിയാം. ഇതെത്രയാണോ ബാക്കി 180, ഇത് മുഴുവൻ 180 ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വില എന്ത് എന്നുള്ളത് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇട്ട് സെറ്റാക്കിക്കോളാം. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ ഈ കമന്റ് ബോക്സിൽ റെഡിയാക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഫീഡ്ബാക്കുകളും നമ്മൾ വായിക്കാറുണ്ട്. ആ കമന്റ്സ് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ സെറ്റാക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിജയ. താങ്ക് യു.